നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല പുഷ്പമേള 2025-നോടനുബന്ധിച്ച് കാർഷിക സെമിനാറും കർഷക അവാർഡ് ദാനവും നടത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ കഠിനാധ്വാനം ചെയ്തും വിള നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളോട് പോരാടിയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില നിശ്ചയിച്ചു നൽകി കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അവർക്ക് മാന്യമായി ജീവിക്കുന്നതിന് സാഹചര്യം സർക്കാർ ഉണ്ടാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സൊസൈറ്റി പ്രസിഡന്റ് ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ്, ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസ് തെക്കേപ്പുരയ്ക്കൽ, ട്രഷറർ PA ബോബൻ, പുഷ്പമേള ജനറൽ കൺവീനർമാരായ സാമീപ്പൻ, TK സജീവ്, കൺവീനർ റോജി കാട്ടാശ്ശേരി, അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ മാത്യൂസ് ചാലക്കുഴി, ശോഭ വിനു, PD ജോർജ്, T ജെയിംസ്, ലാജി മാത്യു, സദാശിവൻ പിള്ള, മാത്യൂസ് ജോൺ, ജയകുമാർ വള്ളംകുളം, മേരി തോമസ്, വത്സമ്മ ജോൺ, സുജ ചാക്കോ, പ്രഭ ഐപ്പ്, ഓമന ഷാമുവൽ, ബേബി സക്കറിയ ടൈറ്റസ്, അജീത് തമ്പാൻ, TC ജേക്കബ്, കൊച്ചുമോൻ ചെമ്പിൽ, ഓസ്റ്റിൻ ജേക്കബ്, ഗിരീഷ് രാജ്ഭവൻ, ലാജി വർഗീസ്, തോമസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കാർഷിക സെമിനാറിന് മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ VJ റെജി നേതൃത്വം നൽകി. മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത ചിറ്റാർ സ്വദേശി PA സാമുവേലിന് 25,001 രൂപയും പുരസ്കാരവും സമ്മാനിച്ചു. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വളവും പച്ചക്കറി തൈകളും വാഴവിത്തും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.